ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കൊരു മീൻ കറീൻ്റെ റെസിപ്പി നോക്കാം. അതിനായി രണ്ട് തക്കാളിയും 2 വലിയ പച്ചമുളക്, ചെറിയ പച്ചമുളകാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ തക്കാളിയെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ലാസ്റ്റ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരണം. പെട്ടെന്ന് വഴങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, എന്നാൽ വേഗം വഴന്ന് കിട്ടും. എന്നിട്ട് നമുക്കതിലേക്ക് തേങ്ങ ആവശ്യമാണ്. തേങ്ങ ചിരണ്ടി അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾ പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ടേക്ക് നമ്മളെ തക്കാളിയും പച്ചമുളകെല്ലാം വഴറ്റി വെച്ചത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയെല്ലാം കൂട്ടി വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പുളി നല്ലോണം പിഴിഞ്ഞ് ആ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഒന്ന് തിളച്ച് വരുമ്പോൾ, ഈ പുളി ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. മീൻ നല്ലോണം പതച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നല്ലോണം മീൻ വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോൾ മീൻ കറി സെറ്റ്. എന്നപ്പോഴേക്ക് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ല ഉലുവ മാത്രം ഇട്ട് കൊടുത്താലും മതി. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഉലുവ ഇട്ടാൽ മതി. നമ്മൾ കറിയിൽ ഉലുവ ഇടുമ്പം ഒരിക്കലും അത് കരിഞ്ഞു പോവുക. കരിഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് കയ്പ്പായിരിക്കും. അതുകൊണ്ട് കരിഞ്ഞു പോകാണ്ട് ഇതാക്കുക. എന്നിട്ട് അതിലേക്കായി നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ മീൻ കറിയിലേക്ക് ഇതൊഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.